ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു അനുഗ്രഹം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോയതായി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എവിടെയോ എന്തോ ഒരു കുറവ് സംഭവിച്ചതുപോലെ. എങ്കിൽ ഇന്ന് നിങ്ങളോട് വളരെ അടിയന്തരമായ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. മെയ് മാസം തുടങ്ങാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിശുദ്ധ പാദ്രി പിയോ കണ്ണീരോട് ലോകത്തിന് നൽകിയ വലിയൊരു മുന്നറിയിപ്പാണിത്. നിങ്ങളുടെ കലണ്ടറിലെ വെറുമൊരു സാധാരണ ദിവസമല്ല മെയ് 1. മെയ് മാസം തുടങ്ങുന്ന ഈ ദിവസം സ്വർഗം നിങ്ങളുടെ കൈകളിലേക്ക് ഒരു വലിയ താക്കോൽ വെച്ചു തരികയാണ്. ഇതുവരെ അസാധ്യമെന്ന് നിങ്ങൾ കരുതിയ പല പ്രാർത്ഥനാ നിയോഗങ്ങളും അത്ഭുതകരമായി സാധിച്ചു തരാൻ പോകുന്ന ഒരു താക്കോൽ വിശുദ്ധ പാദ്രി പിയോ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. മെയ് മാസം തുടങ്ങുന്ന ദിവസം പരിശുദ്ധ അമ്മയെ ആദരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയ അനുഗ്രഹങ്ങളാണ് സ്വർഗം നൽകുന്നത്. എന്നാൽ ഈ ദിവസം നമ്മൾ എന്തു ചെയ്യണമെന്നറിയാതെ വെറുതെ കളഞ്ഞാൽ ഈ മെയ് മാസം മുഴുവൻ സ്വർഗത്തിന്റെ വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ അടഞ്ഞുകിടക്കും. അതുകൊണ്ട് മെയ് മാസം തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട 3 അടിയന്തര കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് നമ്മൾ തുറന്നു കാണിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. വീഡിയോ മുഴുവനായി ശ്രദ്ധയോടെ കാണുക. ഈ വലിയ ആത്മീയ സത്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മ തന്റെ ഭവനത്തിലേക്ക് കടന്നു വരണമെന്നും സകല തടസ്സങ്ങളും മാറി വലിയ അത്ഭുതങ്ങൾ നടക്കണമെന്നും ആഗ്രഹിക്കുന്ന സകലരും താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്നെഴുതുക: പരിശുദ്ധ അമ്മേ, ഈ മെയ് മാസത്തിൽ എൻ്റെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന സ്വർഗത്തിന്റെ വാതിലുകളെ തോർക്കാൻ കാരണമാകട്ടെ. ഒന്നാമതായി, എന്തുകൊണ്ടാണ് മെയ് മാസം ഇത്രമാത്രം പ്രത്യേകതയുള്ളതാകുന്നത് എന്ന് നോക്കാം. ലൂക്ക 1:30 ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറയുന്നു: മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഏറ്റവും കൂടുതൽ കൃപ കണ്ടെത്തിയ ആ അമ്മ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന വീടുകളിലൂടെ ഇറങ്ങി നടക്കുന്ന മാസമാണ് മെയ് മാസം. എന്നാൽ ഈ മാസത്തെ പിശാച് വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവൻ എന്തു ചെയ്യുമെന്നോ? മെയ് മാസം തുടങ്ങുമ്പോൾ തന്നെ അവൻ നിങ്ങൾക്ക് വലിയ തിരക്കുകൾ തരും, അസ്വസ്ഥതകൾ തരും, പ്രാർത്ഥിക്കാൻ മടി തോന്നിപ്പിക്കും. കാരണം അവനറിയാം മറിയത്തോടൊപ്പം മെയ് മാസം തുടങ്ങുന്നവന്റെ മാസാന്ത്യം വലിയ അത്ഭുതങ്ങളുടേതായിരിക്കുമെന്ന്. വിശുദ്ധ പാദ്രി പിയോ എപ്പോഴും പറയുമായിരുന്നു, ഈശോയിലേക്ക് എത്താനുള്ള ഏറ്റവും വേഗമേറിയ വഴി അവിടുത്തെ അമ്മയുടെ ഹൃദയത്തിലൂടെ ഉള്ളതാണെന്ന്. കാനായിലെ കല്യാണത്തിന് ഈശോ തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിലും വർഷങ്ങളായി നടക്കാത്ത ആ വലിയ അത്ഭുതം നടക്കാൻ ഈശോയോട് പറയാൻ കാത്തു നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ. രണ്ടാമതായി പാദ്രി പിയോ പറഞ്ഞ ആ 3 അത്ഭുത രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വചനത്തിലൂടെ ഒന്ന് നോക്കാം. 1. മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിക്കുക. മത്തായി 5:15 ഈശോ പറയുന്നു: വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. നിങ്ങളുടെ വീട്ടിലെ മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ ഒരു വെളുത്ത മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. എന്നിട്ട് പറയുക: അമ്മേ, എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ഈ മാസം മുഴുവൻ നിന്റെ കാപ്പയാൽ എന്നെ സംരക്ഷിക്കണമേ. പാദ്രി പിയോ പറയുന്നു, ആ കത്തുന്ന തിരി നിങ്ങളുടെ ഭവനത്തിലേക്ക് സ്വർഗീയ ശക്തികളെ ആകർഷിക്കുന്ന വലിയൊരു പ്രകാശഗോപുരമായി മാറും. 2. പൂർണ്ണമായൊരു സമർപ്പണ പ്രാർത്ഥന. വെളിപാട് 3:20 വചനം പറയുന്നു: ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. നിങ്ങൾ വാതിൽ തുറന്നാൽ മാത്രമേ സ്വർഗമുള്ളിലേക്ക് വരൂ. അതിനായി മുട്ടുകുത്തി നിന്ന് പാദ്രി പിയോ ചൊല്ലിയിരുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണം: സ്വർഗത്തിന്റെ വാതിലായ മറിയമേ, മെയ് മാസത്തിന്റെ രാജ്ഞി, ഇന്ന് ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഭവനത്തിലൂടെ അവിടുന്ന് നടക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ സ്പർശിക്കണമേ. സ്വർഗം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ മോഷ്ടിക്കാൻ യാതൊരു അന്ധകാര ശക്തികളെയും അവിടുന്ന് അനുവദിക്കരുതേ. ആമേൻ. 3. അസാധ്യമായതൊന്ന് ചോദിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം. ലൂക്ക 1:37 പറയുന്നു: ദൈവത്തിനൊന്നും അസാധ്യമല്ല. മെയ് മാസം ചെറിയ കാര്യങ്ങൾ ചോദിക്കാനുള്ളതല്ല. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗസൗഖ്യമോ, വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ബന്ധങ്ങളോ, തീരാത്ത വലിയ സാമ്പത്തിക ബാധ്യതയോ എന്തുമാകട്ടെ, അസാധ്യമെന്ന് ലോകം പറയുന്ന ആ വലിയ കാര്യം ചോദിക്കുക. എന്നാൽ പാദ്രി പിയോ പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. യോഹന്നാൻ 14:13 പറയുന്നത് പോലെ പ്രാർത്ഥനയുടെ അവസാനം നിങ്ങൾ ഇങ്ങനെ പറയണം: അമ്മേ, എനിക്ക് ഈ അനുഗ്രഹം നേടിത്തന്നാൽ അത് അങ്ങയുടെ മകനായ ഈശോയുടെ മഹത്വത്തിനായിരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗം ഉടനെ ഉത്തരം തരും. 3. ഇത് ചെയ്തവരുടെ ജീവിതത്തിൽ നടന്ന വലിയ അത്ഭുതങ്ങൾ നോക്കാം. കഴിഞ്ഞ വർഷം വലിയ കടബാധ്യതകൾ കാരണം വീട് ജപ്തി ചെയ്യപ്പെടും എന്ന അവസ്ഥയിലായ ഒരു കുടുംബമുണ്ടായിരുന്നു. മനുഷ്യരുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞു. എന്നാൽ മെയ് മാസം തുടങ്ങുന്ന അന്ന് ആ രാത്രി കുടുംബം ഒന്നിച്ചിരുന്ന് കണ്ണീരോടെ മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ തിരി കത്തിച്ചു വെച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു: അമ്മേ, മനുഷ്യർ ഞങ്ങളെ കൈവിട്ടു. ഈ വീടിന്റെ താക്കോൽ ഞങ്ങൾ നിനക്ക് നൽകുന്നു. ഈ കടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതമെന്ന് പറയട്ടെ, ആ മെയ് മാസം തീരുന്നതിന് മുൻപ് തന്നെ അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിലൂടെ സ്വർഗം ഇടപെടുകയും അവരുടെ സകല സാമ്പത്തിക തടസ്സങ്ങളും മാറുകയും ചെയ്തു. ഇതുപോലെ എത്രയോ തകർന്ന കുടുംബങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ വീണ്ടും ഒന്നിച്ചത്. യാക്കോബ് 4:7 പറയുന്നു: നിങ്ങൾ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകലും. മെയ് മാസം തുടങ്ങാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ പിശാച് ഒരുക്കുന്ന തടസ്സങ്ങളാണ് തിരക്കുകളും സംശയങ്ങളും. ഇതൊക്കെ നാളെ ചെയ്യാം എന്ന് നിങ്ങളുടെ മനസ്സ് പറയും.
ഓർക്കുക, പിശാചിന് നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കണമെന്നില്ല. നിങ്ങളുടെ ഈ പ്രാർത്ഥനകൾ നാളത്തേക്ക് മാറ്റിവെച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഒരിക്കലും ഇത് മാറ്റിവെക്കരുത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഈ വീഡിയോ ഓഫ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഭവനത്തിലെ മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ പോയി നിൽക്കുക. ഒരു തിരി കത്തിക്കുക. മുട്ടുകുത്തി നിന്ന് പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മേ, നിങ്ങളുടെ വീടിന്റെ നാദിയായി ക്ഷണിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ അസാധ്യമായ ആ സങ്കടം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുക. മറിയം ഒരിക്കലും ആരുടെയും ജീവിതത്തിലേക്ക് നിർബന്ധിച്ച് കടന്നു വരില്ല. നമ്മൾ വിളിച്ചാൽ മാത്രമേ അമ്മ വരികയുള്ളൂ എന്ന്. നിങ്ങൾ വിളിച്ചാൽ ഈ മാസം മുഴുവൻ അമ്മ നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടാകും. സകല ശാപദൃഷ്ടികൾക്കുമെതിരെയുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷണമായി മാറും ആ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോടൊപ്പം ഒരു കാര്യം തുടങ്ങിയാൽ അത് വലിയൊരു വിജയത്തിലെ അവസാനിക്കൂ എന്ന് വിശുദ്ധ പാദ്രി പിയോ നമ്മോട് പറയുന്നു. നമുക്ക് ആ അമ്മയുടെ കരങ്ങളിൽ പിടിച്ച് ഈ മാസം തുടങ്ങേണ്ട കാര്യങ്ങൾ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ നമ്മുടെ ഭവനങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, ഈ മെയ് മാസത്തിൽ സ്വർഗം എനിക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അങ്ങയുടെ വചനത്തിലൂടെ എന്നെ ബോധ്യപ്പെടുത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. അമ്മേ, പലപ്പോഴും വലിയ സങ്കടങ്ങളിലൂടെയും ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലൂടെയുമാണ് ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് വലിയ ഉത്കണ്ഠയുണ്ട്. സ്നേഹമുള്ള അമ്മേ, ഇന്ന് ഞാൻ എൻ്റെ ഭവന